ഏട്ടനെത്തി. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. ചിയാരത്തെത്തി. വെറും ചിയാരം. അപ്പോൾ ഞാൻ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങട്ടെ. ഏട്ടാ റൂട്ടിൽ ഇറങ്ങി നിൽക്കണം. അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. ടൗണിലേക്ക് ഒന്ന് പോകണം. വേഷം കുറേ നല്ല എന്താ പറയുക രസങ്ങളാണിതൊക്കെ. പറഞ്ഞു വന്നാൽ കുറേ ഇങ്ങനെ ഏട്ടൻ്റെ കാർ വരുന്നുണ്ട്. അപ്പോൾ പോവാൻ എങ്ങേ പോലെ പോകുന്നത് എവിടേക്കാണെന്നറിയോ? നമ്മൾ ചൂലിൻ്റെ ഒരു കോല് എപ്പോഴും ഒടിയും. പണ്ട് നമ്മൾ ചൂല് മേടിക്കുന്ന സമയത്ത് എപ്പോഴും നല്ല രസമായിരുന്നു. കുറേ നാളത് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ചൂല് മേടിക്കുമ്പോൾ എപ്പോഴെപ്പോഴും ആ കോലൊടിയും. നമുക്കാണെങ്കിൽ മുറ്റടിക്കാൻ വേണ്ടുവോളം ഉണ്ട്, ഇഷ്ടം പോലെ മുറ്റടിക്കാനുണ്ട്. അപ്പോൾ ഈ നമുക്ക് അത് അടിച്ചു വരാതിരിക്കാൻ പറ്റില്ല. കാട്ട് പ്രദേശമായി പോകും, പിന്നെ കാടായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്കത് ചൂല് മേടിക്കാനൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പം ചൂല് മേടിക്കണം, എപ്പോഴും ചൂല് മേടിക്കാന്ന് പറയാം. അപ്പോൾ കോലുണ്ടോയെന്ന് ആദ്യം തപ്പണം. കാരണം കോലാണ് ഒടിഞ്ഞിരിക്കുന്നത്, ഒടിഞ്ഞു പോയത്. അപ്പം ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നമ്മൾ നോക്കാറുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നും കാര്യങ്ങൾ നീങ്ങില്ല. അപ്പോൾ നമുക്ക് ചൂലിൻ്റെ കോലും ചൂലും ഒക്കെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് മേടിക്കാം. 100 രൂപ 110 രൂപയ്ക്കാണ് ഞാനത് മേടിച്ചുകൊണ്ട് വന്നത് കോല്. അപ്പം അന്ന് ഇത്തിരി നീളം കൂടുതലാണ്. അപ്പം നീളം കൂടുതലുള്ളത് കൊണ്ടാണ് അത് ഒടിയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നടു വെച്ചിട്ടാണ് ഒടിഞ്ഞു പോവാം. അപ്പം എന്നിട്ട് വേറെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ. അപ്പം നീളം കൂടുതലൊന്നുമല്ല, നമുക്ക് വെയിറ്റ് കൂടിയിട്ടായിരിക്കും. ഇങ്ങനെ ചവറിങ്ങനെ തള്ളി നീക്കുമ്പോഴത്തെ വെയിറ്റോ കല്ലും സാധനങ്ങളൊക്കെ വരുമല്ലോ, അപ്പം അതിൻ്റെ വെയിറ്റ് ആയിരിക്കും. അപ്പം ഇത്രയധികം നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കണ്ടോ അവിടെ ഒരു കട വന്നിട്ടുണ്ട്, അത് കാണിക്കാൻ നല്ല തിരക്കുണ്ട് അവിടെ. ഇവിടെ അശ്വതി വേണ്ട, അശ്വതി ഇവിടുന്ന് ബിറ്റേറ്റ് അശ്വതി ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാറുണ്ട് കേട്ടോ. വറവ് സാധനങ്ങൾ. ഇപ്പോൾ വറവ് സാധനങ്ങൾ കുറച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ചേട്ടൻ പറയാണ് കുറുക്കഞ്ചേരിയിലേക്കൊന്ന് പോയിട്ട് മതിയോ ഒന്ന്. കുറുക്കഞ്ചേരിയിൽ നിന്നാണ് ഞാനത് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, നമുക്ക് ഇവിടേക്ക് തന്നെ പോയാൽ മതി. അതായത് പോസ്റ്റ് ഓഫീസ് റോഡിൽ, തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലാണുള്ളത്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് അത് മേടിച്ചു. അവിടെ ഉണ്ടോയെന്ന് അറിയാം. അതില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് ചൂല് മേടിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. പിന്നെ അത് അവിടെ എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉള്ള സ്ഥലമാണ് കേട്ടോ. APK ഞങ്ങളുടെ കടയുടെ വർഷങ്ങളുടെ പാരമ്പര്യം. ചേട്ടന്റെ അബദ്ധമാണ്. ചേട്ടൻ പോയിട്ട് വേറെ ഉണ്ടാക്കിപ്പിച്ച് വന്ന് എന്തിന് വേറെ അവിടെ പിടിയോട് കൂടിയിട്ട് ചവറ് കുത്തി എടുക്കണമെന്നുണ്ടായിരുന്നു. അത് മഴക്കാലത്തെ കൊള്ളുള്ളൂ. അങ്ങനത്തെ സാധനങ്ങൾ മഴക്കാലത്ത് വാങ്ങിച്ചാലേ കാര്യമുള്ളൂ. കാരണം വീണ ചവറ് ഇങ്ങനെ കുത്തിയെടുക്കുക എന്നുള്ളത് അല്ലാതെ കാര്യമില്ല. ചൂലാണ് ഇവിടുത്തെ മെയിൻ. എത്ര ചൂല് വാങ്ങിച്ചാലും മതിയാവണില്ല. എന്താ ആം ആദ്മി പാർട്ടിയില് പോയി ജോയിൻ ചെയ്യാനോട് ചൂലല്ലേ എന്നൊന്നും നന്നാവും. അയ്യോ, ഞാൻ എന്റെ മോദിയുടെ ആളാണ്. മോദി 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 ശക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മമ്മി ഡാഡി. പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മമ്മി ഡാഡിയിലേക്കൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വരും. നല്ല വിലക്കുറവിന് കിട്ടുന്നത്. നമ്മുടെ ആകാശപാത, സുരേഷ് ഗോപി, ഇതൊക്കെയാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ മഹത്വങ്ങൾ. മക്കളെ, എന്താ ഭംഗി, എന്താ സൗന്ദര്യം തൃശ്ശൂര്. ആ വടക്കുന്നാഥനെ കാണുന്ന ഭംഗിയുണ്ടല്ലോ, സന്തോഷമുണ്ടല്ലോ. കാണുന്ന വടക്കുന്നാഥൻ. അയ്യോ, ബസ്സായിരുന്നല്ലത്. എൻ്റെ വടക്കുന്നാഥൻ അവിടെ ഭഗവാനെ, എൻ്റെ വടക്കുനാഥൻ അവിടെ ഉണ്ട്. അതല്ലേ അമ്പലം കാണുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, എന്ത് വലുപ്പുണ്ടെന്നറിയോ ആ സുഖത്തിന്. അങ്ങനെ നമ്മൾ പോസ്റ്റ് ഓഫീസ് റൂട്ടിലേക്ക് അങ്ങ് കടന്നു.
ഇവിടെ പാർക്ക് ചെയ്യാൻ കിട്ടില്ല. ഏട്ടൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടെ ഇറക്കിക്കോ, ഞാൻ പോയി നോക്കാം. നമ്മള് AKP എന്നാണ് കേട്ടോ കടയുടെ പേര്. അതെ, എനിക്ക് ഞാൻ അന്വേഷിച്ചു വന്ന സാധനം ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ വേണ്ട സാധനങ്ങളുണ്ട് വേറെ അത്യാവശ്യം. അപ്പോൾ തിരിച്ചു പോവാം. ഇല്ല, തിരിച്ചു പോവാണ്ട. ചെട്ടിയങ്ങാടി നമ്മൾ വിചാരിച്ചു പോയ സാധനം ഇല്ല. അപ്പം നമുക്ക് വേറെ എവിടെയെങ്കിലും നിന്നും ചൂല് മേടിക്കാം. അങ്ങനെ തേടിയ വെള്ളി കാലിൽ ചുറ്റി നമുക്ക് ചൂല് കിട്ടിയില്ലെങ്കിലും ചൂലിൻ്റെ കോല് കിട്ടിയിട്ടുണ്ട്. ഇതാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയില്ലേ, നമ്മൾ നാട്ടിൽ ഉള്ള സംഭവം തപ്പിയിട്ട് നമ്മൾ വേറെ എവിടേക്കോ പോയിട്ട് ലാസ്റ്റ് ഇവിടെ നിന്നാണ് ഞാൻ ആ ചൂല് മേടിച്ചത്. അപ്പം അങ്ങനെ അതങ്ങോട്ട് കിട്ടി നമുക്ക്. ഞാൻ ഗൂഗിൾ പേ ചെയ്യട്ടെ കേട്ടാ. ചേട്ടനോട് അടുത്തേക്ക് വരാൻ പറയുകയാണെ. ചെയ്ത് വെച്ചിട്ടായിരുന്നു ഇതൊക്കെ അടിക്കണ്ടായിരുന്നെ. അപ്പൊ ഇതാ ഇങ്ങനെ ചെയ്യാം. വാവ് വാവ് ഇത്രയുള്ളോ? കുടുംബത്ത് പണിയെടുക്കണ്ടേ? അടിപൊളി. അടിപൊളി. നാളെ അങ്ങനെ നമുക്ക് നാളെ തന്നെ പണി തുടങ്ങാം. അടിപൊളിയല്ലേ? അപ്പോ ഇത്രയേ ഉള്ളൂ ഈ ചൂലിൻ്റെ ഒരു പണി. അങ്ങനെ ചൂലും കിട്ടി, ഓലും കിട്ടി. ഇത്രയുള്ളൂ. ഇത് പിന്നെ ഇത്തിരി കാലുണ്ട് മറ്റേതിനേക്കാളും. എങ്ങനെയാ അടിക്കുമ്പോന്ന് അറിയില്ല, നോക്കാം നമുക്ക്. അല്ലേ, ഇനി 7 മണിയാകുമ്പോൾ വിളക്ക് വെക്കണം. ആ വിളക്ക് വെക്കണ നേരത്തേക്ക് ഇങ്ങോട്ട് എത്തി. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്ക് വെക്കലൊന്നും നടക്കില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി വിളക്ക് വെക്കാനുള്ള പരിപാടികൾ നോക്കാം. 7 മണിയാവാൻ 2-3 മിനിറ്റ് കൂടിയേ ഉള്ളൂ. പുറത്ത് പോയി വന്നു. ഈ വിളക്കൊക്കെ കൊണ്ടു വെക്കട്ടെ. ദേവഹി സുരഗോവിന്ദ വാസുദേവതികൽപദേ ദേവി തനയം കൃഷ്ണ ത്വമഹം ശരണം ഗതഃ. അങ്ങനെ നാമം ചൊല്ലലും വിളക്ക് വയ്ക്കലും നാമം ചൊല്ലലും പൂജകളും എല്ലാം കഴിഞ്ഞു. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കലും കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രാർത്ഥനയാണ്. പിന്നെ ഒരു 7 മണി ആകുമ്പോഴാണ് നമ്മൾ വിളക്ക് വയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നാമം ചൊല്ലലും പ്രാർത്ഥനയും എല്ലാം ആണ് കേട്ടോ. അപ്പോൾ അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.